കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, തിരുവചനങ്ങൾ 7 മുതൽ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അധിഭാഷണം ചെയ്യരുത്. അധിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെയാകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഫലം നൽകുന്നതാണ്. അത് ഭൂമിയിലേക്ക് പോയിട്ട് ഫലം നൽകാതെ തിരിച്ചു വരില്ല എന്ന് പ്രവാചകൻ വഴി ദൈവം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനങ്ങളെല്ലാം ആഹ്വാനം ചെയ്തൊരു കാര്യം, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരവരുടെ മൊബൈൽ ഫോണുകളാണ്. അപ്പോൾ മൊബൈൽ ഫോണുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി, എത്ര നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ബൈബിളുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ, മൊബൈൽ ഫോൺ തുറക്കുന്നത് പോലെ ഓരോ പ്രാവശ്യവും നമ്മുടെ ബൈബിൾ നമ്മൾ തുറന്നിരുന്നെങ്കിൽ, മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്നത് പോലെ നമ്മുടെ ബൈബിൾ നമ്മൾ എപ്പോഴും നമ്മുടെ പോക്കറ്റിലും നമ്മുടെ ബാഗിലും അല്ലെങ്കിൽ നമ്മോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കൈകളിൽ എപ്പോഴും വചനമുണ്ടായിരുന്നെങ്കിൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എപ്പോഴും സംസാരിക്കുന്നത് പോലെ ഓരോ പ്രാവശ്യവും ഞാൻ ബൈബിൾ തുറന്നിരുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും തുറന്നു നോക്കുന്നു, എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തുറന്നു നോക്കുന്നു, അതല്ലെങ്കിൽ എവിടെ പോയാലും ഞാൻ എൻ്റെ വചനം, എൻ്റെ ബൈബിൾ എൻ്റെ കൂടെ കൊണ്ടു നടക്കും. അവസാനം കിടന്നുറങ്ങാൻ നേരത്ത് എൻ്റെ ബൈബിൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, ഈ ഒരു നോമ്പുകാലം ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം ദൈവവചനം എപ്പോഴും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ശക്തിയുള്ള ഒരു ആയുധമാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവവചനം വെറും ഏതാനും വാക്കുകളല്ലത്, ദൈവത്തിൻ്റെ വചനങ്ങളാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ച ദൈവനിവേശിതമായ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അവ എപ്പോഴും ശക്തിയുള്ളതാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. പാറയെ തകർക്കുന്ന കൂടം പോലെ, മരുന്നിനേക്കാളും ലേപനത്തെക്കാളും നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഔഷധം പോലെ, നമ്മുടെ മനസ്സിന് കുളിര് പകരുന്നത് പോലെ, ഏതൊരു നിമിഷത്തെയും എതിരാളിയെ വെല്ലുന്ന വാള് പോലെ നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ അധരങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ വചനമുണ്ടാകട്ടെ. ഈ ഒരു നോമ്പ് കാലത്ത് കുറച്ചുകൂടി ഒന്ന് വചനം വായിക്കുവാനും വചനത്തിൽ ആഴപ്പെടുവാനും വചനത്തൊന്ന് സ്നേഹിക്കുവാനും ഒക്കെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായൊരു ബൈബിളില്ലെങ്കിൽ ഈ ഒരു നോമ്പ് കാലം നമ്മൾ എന്തിനെങ്കിലുമൊക്കെ മാറ്റിവെച്ച ഒരു കുറച്ച് കാശെടുത്ത് ഒരു പേഴ്സണലായിട്ടൊരു ബൈബിൾ, ഒത്തിരി വലിയ കാശുള്ള കാര്യമൊന്നുമല്ല, പേഴ്സണലായിട്ടൊരു ബൈബിൾ നമുക്കുണ്ടാവുന്നത് ഒത്തിരി നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഇരിക്കുമ്പോൾ ആ ബൈബിൾ എടുത്തൊന്ന് വായിക്കുന്നു. കർത്താവ് എന്നോട് സംസാരിക്കുന്ന സമയമാണ് ഞാൻ വചനം വായിക്കുന്നത്. അതാണ് വിശുദ്ധ അംബ്രോസ് നമ്മളോട് പറയുന്നത്. ഈശോ നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ് നിങ്ങൾ വചനം വായിക്കുമ്പോൾ. ഈശോയെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ബൈബിൾ തുറക്കുക, വചനം വായിക്കുക. ഈ ഒരു നോമ്പ് കാലത്ത് ഈ ഒരു ചെറിയൊരു കാര്യം നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ വർജിക്കുന്നതിന് കൂടെ ഈ ഒരു ശീലം കൂടി പ്രിയമുള്ളവരെ നമുക്ക് വളർത്തിയെടുക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. വെറുതെ ആർക്കോ വേണ്ടി കഥപുസ്തകം വായിക്കുന്നത് പോലെ വചനം വായിക്കാൻ എളുപ്പമാണ്. പക്ഷേ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ട് ആഗ്രഹത്തോടെ, വിശുദ്ധീകരിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ, വചനം പഠിക്കണമെന്നൊരാഗ്രഹത്തോടെ നമ്മൾ വചനം ഒന്ന് വായിച്ച് നോക്കിക്കേ.
ഒരിക്കലുമില്ലാത്ത പ്രലോഭനങ്ങൾ നമുക്ക് വരും, ഒരിക്കലുമില്ലാത്ത തടസ്സങ്ങൾ നമുക്ക് വരും. കാരണം ദൈവത്തിൻ്റെ വചനം അത്രയേറെ ശക്തിയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇന്ന് സുവിശേഷത്തിൽ കർത്താവ് നമ്മോട് പറയുന്നതാണ്, ദൈവവചനം നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. രണ്ട്, നമ്മൾ ആഴപ്പെടേണ്ട ഒരു മേഖലയാണ് പ്രാർത്ഥന. നമ്മൾ ആഴപ്പെടേണ്ട ഒരു മേഖലയാണ് പ്രാർത്ഥന. പ്രാർത്ഥന എപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് പറയുന്നത് പോലെ ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ് പ്രാർത്ഥന. എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ഞാൻ ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഒരു സമയമാണ് പ്രാർത്ഥന. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മളൊരു മറ്റൊരു വ്യക്തിയോട് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ, സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല സംസാരിക്കുന്നത്. ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തി പറയുന്നത് കേൾക്കാൻ ഞാൻ നിശബ്ദനായിട്ടിരിക്കുന്നു. വീണ്ടും എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ പറയുന്നു, വീണ്ടും ആ വ്യക്തി കേൾക്കാനുള്ളത് ഞാൻ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ദൈവത്തോടുള്ള സംഭാഷണവും എനിക്കുണ്ടാവേണ്ടത്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, ഒത്തിരി യഹൂദരെ പോലെ ഇങ്ങനെ അമിത ഭാഷണം ചെയ്യുന്നത് വഴി ദൈവത്തെ ഇങ്ങനെ മാറ്റിയെടുക്കാം, ദൈവത്തെ മനിപ്പുലേറ്റ് ചെയ്യാം, ദൈവത്തെ പറ്റിക്കാം. അല്ലെങ്കിൽ ദൈവം ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ ആധിക്യമോ എൻ്റെ വാക്കുകളുടെ ചാരുതയോ അതല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ പെർഫെക്ഷനോ നോക്കിയിട്ടാണ് എന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ വാക്കുകളുടെ ബ്യൂട്ടി നോക്കിയിട്ടല്ല, ഞാൻ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, കൃത്യം സമയത്ത് കൃത്യം കാലത്ത് അയ്യോ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കില്ല എന്നുള്ള ചിന്തയും നല്ലതല്ല. പ്രിയമുള്ളവരെ, ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഞാൻ പ്രാർത്ഥന എത്ര കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന വാക്കുകൾ ഉപയോഗിച്ച് അതല്ലെങ്കിൽ എനിക്കറിയാവുന്നതുപോലെ എല്ലാ വാക്കുകളും ഉപയോഗിച്ച് പ്രാർത്ഥന ചൊല്ലുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്ന തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതിലാണ്. ബൈബിളിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ പേരുടെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഹന്നായെ നമുക്കെടുക്കാം. പഴയ നിയമത്തിലെ തൻ്റെ വേദന മൂലം വാക്കുകൾ പോലും പ്രോപ്പറായിട്ട് വരുന്നില്ല വായിൽ നിന്ന്, കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു. അവളുടെ വാക്കുകൾ നോക്കിയല്ല ദൈവം അനുഗ്രഹിച്ചത്, അവളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ആ ആഴമേറിയ ബന്ധത്തിൽ നിന്നാണ് ദൈവം അവളെ അനുഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യം, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവ് ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു, പിന്നെ എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം? പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരിക്കലും ദൈവത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രവൃത്തിയല്ല. ദൈവമേ എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ അപ്പൻ്റെ അടുത്ത് നിന്നൊരു കൊച്ചു പറയാണ്, അപ്പ എനിക്കിത് വാങ്ങിച്ചു തരാവോ? നിനക്കിപ്പോൾ എന്തിനാണത് ഞാൻ വാങ്ങിച്ചു തരേണ്ടത്? എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്നൊരു കൊച്ചപ്പനോട് പറയുന്നത് പോലെയല്ല ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഇംഗിതങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ദുരാഗ്രഹങ്ങളും എല്ലാം അറിയുന്ന പിതാവായ ദൈവമാണ് നമുക്കുള്ളത്. ഒന്ന്, ഒരപ്പൻ്റെ അടുത്തേക്ക് ഒരു കൊച്ചു കയറി ചെല്ലുന്ന ആത്മവിശ്വാസത്തോടെ ദൈവത്തെ നമുക്ക് സമീപിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഒരു പിതാവിൻ്റെ അടുക്കിലേക്ക് ഒരു കൊച്ചു ചെല്ലുന്നത് പോലെ ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും താൻ അംഗീകരിക്കപ്പെടുമെന്നും സ്നേഹിക്കപ്പെടുമെന്നുള്ള ബോധ്യത്തോടെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റുന്നത്. എൻ്റെ ആവശ്യങ്ങൾ പിതാവിനറിയാം. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും ഞാൻ എൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ബോധമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുവാണ്. എൻ്റെ നിസ്സഹായതയെക്കുറിച്ച് ഞാൻ അറിയുന്നു. ദൈവത്തിലുള്ള ആശ്രയം എനിക്ക് എത്രമാത്രം അനിവാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവത്തെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സാധിക്കില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമ്മളെ തന്നെ കണ്ടെത്താൻ സഹായിക്കുക. ദൈവത്തോടുള്ള സംഭാഷണത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ യാഥാർത്ഥ്യത്തെ ഞാൻ തിരിച്ചറിയുക. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ, എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ കുറേ കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കറിയാം ഇതൊക്കെ ഇച്ചിരി കൂടുതലല്ലേ, ഇതൊക്കെ എൻ്റെ വിഷ്ഫുള്ളായിട്ടുള്ള അനാവശ്യമുള്ള ചില ദുരാഗ്രഹങ്ങളല്ലേ എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കും. രണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് വഴിയാണ് എന്നെ അനുഗ്രഹിക്കുവാൻ പലപ്പോഴും ദൈവം തീരുമാനിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുകയല്ല, പിന്നെയോ എൻ്റെ ആവശ്യങ്ങളിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു താക്കോലായിട്ട് പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥന വഴി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു കലവറ തുറക്കുകയാണ്. പ്രാർത്ഥിക്കാത്തവരെ ദൈവം അനുഗ്രഹിക്കില്ലേ എന്നുള്ള ചോദ്യത്തിനല്ല, പിന്നെയോ പ്രാർത്ഥന വഴി ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് മാറുന്നു, എൻ്റെ സ്വഭാവം മാറുന്നു, എൻ്റെ ജീവിതം മാറുന്നു.
ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ഞാൻ എന്നെ തന്നെ ചേർത്ത് നിർത്തുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ അനാവശ്യമാണെന്നൊക്കെയുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾക്ക് തിരിച്ചറിവ് കിട്ടുകയാണ്. കർത്താവ് വളരെ മനോഹരമായതും ലളിതമായതും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ കാരണം ഈ പ്രാർത്ഥനയിലൂടെ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളെ കർത്താവ് കാണിക്കുന്നത്. സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രിയമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്ത് ദൈവത്തെ സ്തുതിച്ച് പറയുകയാണ്, അവിടുത്തെ നാമം പൂജിതമാകണം, അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറണം. ഞാൻ എന്നേക്കാൾ ഉപരി ദൈവത്തിന് സ്തുതിയും ആരാധനയും കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് എൻ്റെ ആവശ്യങ്ങളും മറ്റുള്ളവരോടുള്ള എൻ്റെ ബന്ധങ്ങളുമാണ്. 10 കൽപ്പനകളിൽ എന്നതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഓരോ ദിവസവും എനിക്ക് ആവശ്യമായത് തന്ന് നീ എന്നെ അനുഗ്രഹിക്കണം. അതിൻ്റെ എല്ലാം താക്കോല് കർത്താവിൻ്റെ കൈ കൊടുത്തു. വീണ്ടും കർത്താവെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുകയാണ്, ദൈവം എന്നോട് ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ദൈവം അതുപോലെയാണോ എന്നോട് ക്ഷമിക്കുന്നത്? ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് പരിധികളില്ല. പക്ഷേ ദൈവത്തിൻ്റെ ക്ഷമ ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു, എന്നിലേക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ക്ഷമ നിറയുന്നു എന്നത് ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് ഒരുപക്ഷെ ആനുപാതികമായിട്ടാണ്. എല്ലാത്തിലും ഉപരി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എല്ലാ തിന്മയിൽ നിന്നും എന്നെ കാത്തുകൊള്ളണം. ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിനെ പോലെ തൻ്റെ അപ്പൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ശക്തി അനുഭവിക്കുന്ന, സേഫ്റ്റി അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്കും കയറി ചെല്ലാം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവ്, നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ദൈവം, ഞാൻ അവിടുത്തെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥന ഉയർത്തുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാറ്റിലും ഉപരി എന്നെ ദൈവത്തോട് ചേർത്ത് ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ പാലിക്കുവാനായിട്ടൊരു തീരുമാനം നമുക്കെടുക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.